ഹലോ ടീമേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ് അല്ലേ? അതെ. അപ്പോൾ നമ്മളെവിടെ പോണേണ്? നമ്മൾ മാർക്കറ്റിൽ പോവാണ്. മാർക്കറ്റിൽ പോണേണ്. അപ്പോൾ സൺഡേ ആകുന്നിടത്തെ കുറേ നാളായി ഞങ്ങൾ പോട്ടി മേടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. താര കഴിക്കൂല കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ തലേ ദിവസം പോട്ടി കിട്ടൂലേ, വറുത്തരച്ച. അപ്പോൾ അമ്മച്ചി അതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അമ്മച്ചിനെ കൊണ്ടൊന്ന് വെപ്പിക്കാൻ പോണേണ്. ഞങ്ങൾ കുറേ നാളായിട്ട്, ഒരു വർഷമൊക്കെ അത് മേടിച്ചിട്ട്. അപ്പോൾ താരാക്ക് ബീഫ് മേടിക്കുന്നുണ്ട്. താരനൊന്ന് ഇറച്ചിക്കടയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി പോണേണ്ട. താരയും കൂടെ വരുന്നുണ്ട്. പിടിച്ചോ, നമുക്ക് സംസാരിച്ചിട്ട് പോവാം. സൺഡേ ആയിട്ട് എന്താ പരിപാടി? എന്തൊക്കെ മേടിക്കാനുള്ള നമുക്ക്? ബീഫ് മേടിക്കണം. പിന്നെ ഒരു കാര്യം മറന്നുപോയി, തൈര് മേടിക്കണം. തൈര് മേടിക്കണം. പിന്നെന്ത് മേടിക്കണം? നമുക്കൊരു കാര്യം ചെയ്താലോ ഇന്ന്? നമുക്കേ ഏതായാലും പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ഇത്ര സമയമില്ലേ, നീ എല്ലാ ദിവസവും പുട്ടും അല്ലെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കണല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യുന്നത്, നമുക്ക് ഹലോ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഇടിയപ്പവും ഇത് ഈ പൊറോട്ട, പിന്നെ എന്താണ് അവിടെ കൊടുക്കുന്നത്, അപ്പം, നമ്മുടെ അപ്പമൊക്കെ എല്ലാം വിൽക്കണ ചപ്പാത്തിയൊക്കെ ഉണ്ട്. 10 രൂപയൊന്നുമില്ല, 5 രൂപ 8 രൂപയൊക്കെ ഉള്ളു അവിടെ. നമുക്ക് ഇന്നത്തൊക്കെ മാത്രമായിട്ട് അവിടെ നിന്ന് മേടിച്ചില്ല. അപ്പോൾ എനിക്ക് വന്നിട്ട് ഇതൊന്നും വെക്കണ്ടല്ല, ഉച്ചക്കത്തെ ഫുഡ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അത് മേടിച്ചിട്ട് വരാം. അപ്പോൾ സൺഡേ ഒക്കെ ആയതുകൊണ്ടേ പള്ളിയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ എങ്ങനെയാലും 8:30 മണിയാവും. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സമയം ഉണ്ടാവുള്ളൂ, ഉച്ചക്ക് ഉള്ള സാധനം ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വന്ന വഴി അതും മേടിക്കാം. അമ്മച്ചി പള്ളിയിലത്തെ എത്തിയിട്ടില്ല കേട്ടോ. അമ്മച്ചി ഞായറാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കൂട്ടുകാരൊക്കെ അല്ലേ, അമ്മച്ചിയുടെ കൂട്ടുകാർ ഫ്രണ്ട്സിനെ കണ്ടിട്ട് വരുള്ളൂ സൺഡേയിൽ. അമ്മച്ചി എല്ലാ ദിവസവും പള്ളിയിൽ പോകും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇറച്ചിക്കട എത്തിയിട്ട് കാണിക്കാമല്ലേ? ഇറച്ചിക്കടയിൽ എത്തിയിട്ടാ. എന്താ മേടിക്കാൻ വേണ്ടി പോണാ? ബീഫല്ല ചേട്ടാ. പോട്ടി ഉണ്ടോ? പോട്ടി നമുക്ക് ഒരു 2 കിലോ. ചെറിയ കൂടലും വലുതും വേണം കേട്ടോ. ചെറുത് എങ്ങനെയുണ്ട്? കണ്ടിട്ട് പേടിയാവും. ആരൊക്കെ ഇത് പറ്റൂല. 2 കിലോ മതി. കറക്റ്റ് തൂക്കുവാണെങ്കിൽ മതി മതി. ബീഫ് വേണം ചേട്ടാ 1 കിലോ. എത്രയായി? 1/2 കിലോ ബീഫ്. പിന്നെ എന്തായിരുന്നു കുടൽ? എത്ര? കുടൽ 2 കിലോ. കുടൽ 2 കിലോ. കഴിക്കൂല. 570. അപ്പോൾ ബീഫും പോട്ടിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ബീഫ് ഞാനാ റെഡിയാക്കുന്നേ. പിന്നെ പോട്ടി എനിക്ക് റെഡിയാക്കാൻ അറിയില്ല കേട്ടോ, ഞാൻ കഴിക്കാറുമില്ല. അപ്പോൾ അമ്മച്ചിയാണ് പോട്ടിക്കറി ഉണ്ടാക്കുന്നത്. പച്ചക്കറി മേടിക്കണ്ടേ? പച്ചക്കറി എന്താ മേടിക്കണ്ടേ? നമുക്ക് ഇഞ്ചി വാങ്ങണം, പിന്നെ കറിവേപ്പില വാങ്ങണം. കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും. തൈരുണ്ടോ ഏട്ടാ? തൈരും വേണം. ഇഞ്ചി എത്ര വേണം? അരയോ? അരയൊന്നും വേണ്ട, 150 ഗ്രാം. 150. ഇറച്ചിയല്ല 1 കിലോ മേടിക്കണം. തൈര്. വേപ്പിലയും വേണം. വേറെന്താ വേണ്ട? പച്ചമുളക് വേണം? വേണ്ട. പച്ചമുളക് വേണം 1/2. തക്കാളി വേണം? കളറിനുണ്ടോ? ഇല്ല. അപ്പം അത് വാങ്ങിച്ചു കേട്ടോ. ഇതിൽ വെക്കട്ടെ? 2 ഇരിക്കുവോ? 2 ഇരുന്നോളൂ. ഓക്കെ, വെച്ചു. അടുത്ത ഞങ്ങൾ ഇടിയപ്പമൊക്കെ വാങ്ങാൻ പോകട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് റെഡിമെയ്ഡാ. അതെ, വല്ലപ്പോഴും ഉള്ളട്ടാ. അപ്പോൾ കുറച്ച് ദൂരം ഉള്ളൂ, എല്ലാം അടുത്തടുത്ത് തന്നെ. വീടിൻ്റെ അടുത്ത് എല്ലാ സംഭവം ഉണ്ട് അല്ലേ? അതെ. റെഡിമെയ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങുന്ന കടയെത്തി. നല്ല തിരക്കാണല്ലേ? ഇറങ്ങിക്കോ.
ചേട്ടൻ പോയി വാങ്ങണേട്ടാ. നിനക്കറിയാൻ പറ്റില്ല എനിക്ക്. ഇടിയപ്പം ഉണ്ടോ? 6 എത്ര ഇടിയപ്പം വേണം? അപ്പം അമ്മ ഇടിയപ്പമൊക്കെ മേടിച്ചേട്ടാ. അത്യാവശ്യം എല്ലാവരും തന്നെ ഇവിടെ മേടിക്കാനുണ്ട് കേട്ടാ. അപ്പം അമ്മ എല്ലാം ആയാ? എല്ലായി. ഫ്ലൈറ്റ് മേടിക്കണ്ടേ? ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടല്ലോ. അത് മതിയല്ലേ? ഒരു ചായക്കടയും തോന്നല്ല, നിങ്ങൾ ചായ കുടിച്ചിട്ടൊക്കെ പോകുള്ളായിരുന്നു അല്ലേ? പോയാലോ നമുക്ക്? പിടിച്ചോ. ഇത് ആൾക്കാരൊക്കെ നോക്കിയേ, തിരക്കാണല്ലേ രാവിലെ. ഇറച്ചിക്കട തിരക്ക് ഇവിടെ ഇത് മേടിക്കാനാ. സൺഡേ ഇവിടുത്തെ ആൾക്കാരൊന്നും ഉണ്ടാക്കൂല കേട്ടോ, ഞങ്ങളെപ്പോലെ തന്നെ. ഞങ്ങളോടത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ മേടിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്രയുണ്ട്. ഇനി വീട്ടിൽ എത്തിയിട്ട് നമുക്ക് പോട്ടിക്കറി വെക്കണം. പോട്ടിക്കറി വെക്കണൊക്കെ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. ക്യാമറ ഒന്ന് പൊക്കി പിടിച്ചേ. വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണേ. വണ്ടി സൂക്ഷിച്ചേ പോവുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോട്ടിക്കറി വെക്കണ വിശദമായിട്ട് കാണിക്കൂല കേട്ടോ. പോട്ടിക്കറി വെക്കണത് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പോട്ടിക്കറി വെക്കണതൊക്കെ ഉണ്ട്. ഏതായാലും അമ്മച്ചി വെക്കണതിൻ്റെയൊക്കെ ചില ഭാഗങ്ങൾ മാത്രം കാണിക്കും. അപ്പോൾ വീട്ടിലേക്ക് പോവാം അല്ലേ? എവിടേക്ക് പോവാം? വീട്ടിലേക്ക് പോവാം. ഇവിടെ വീട്ടിലേക്ക് പോകുന്ന വഴിയെ ചെമ്മീൻ കണ്ടു കേട്ടോ. നമുക്ക് ചെമ്മീൻ വാങ്ങിക്കാൻ ചേട്ടാ. 1 കിലോ വേണ്ട, എന്താ വില? 440 കൂടുതലാണല്ലോ. ഇല്ല ഇല്ല, അര മതി, അര. കാണിച്ചേ, ചെമ്മീൻ കാണിച്ചിങ്ങനെ കാണിച്ചേ. ഇത് വലിയ ചെമ്മീനാണ് കേട്ടാ. 1 കിലോ വേണ്ട, പോട്ടിയും വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ബീഫും വെച്ചിട്ടുണ്ട്. 200 രൂപ മതി. ഗൂഗിൾ പേ ഇല്ലേ? അപ്പൊ അമ്മ എന്താ കാണിച്ചാ? ചെമ്മീൻ. പോട്ടി വെച്ചിട്ടുണ്ട്, പിന്നെ ചെമ്മീൻ വെച്ചിട്ടുണ്ട്, താരക്ക് ബീഫ് വെച്ചിട്ടുണ്ട്. നോക്കിയേ പോട്ടി എങ്ങനെ ഉണ്ടോ നോക്കിയേ. ചെറുപുഴലുണ്ടല്ലേ, ഒരേ ബുദ്ധിമുട്ടാണ്. ആ ചെല്ലി വർക്കിയരെ കൊണ്ട് ശരിയാക്കട്ടെ. ഞാൻ കട്ട പിടിച്ചങ്ങനെ എടുത്തോണ്ടായാൽ മതി. അത് പുഴുങ്ങണ്ടേ? നമുക്ക് ക്ലീൻ ചെയ്യണ്ടേ? എടുക്കാം. ഇത് ക്ലീൻ ചെയ്യണം. അപ്പൊ ഇവിടുത്തെ അങ്ങനെ വാട്ടാം. ഞാൻ ഇടിയപ്പം വെച്ചിട്ടുണ്ട് രാവിലെ കഴിക്കാൻ വേണ്ടി. ഞാൻ ബ്രെഡും മേടിച്ച് ഉണ്ടാ. ബ്രെഡ് മേടിച്ചല്ലേ? അമ്മച്ച പള്ളിയിലത്തെ ബ്രെഡും മേടിച്ചോ എന്നൊക്കെയാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇത് അരിയണ്ടേ? ഇത് അരിയാണ്, പഠിച്ചിട്ട് വേണം അരിയാൻ. പഠിക്കണ ഇത്? കൊടലിന്റെ പണിയുണ്ട്. പഠിക്കാൻ എനിക്കറിയാൻ പാടില്ല. അത് വെള്ളത്തിട്ട് ഇങ്ങനെ ഒരു പലയിടത്ത് പഠിക്കണം. അത് എന്തേ കട്ട പിടിച്ചെടുത്ത് പോയി പഠിച്ചാൽ ദിവസം നമ്മൾ പണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ ഇതിന്റെയൊക്കെ അല്ലേ? ഓർക്കല്ലേ നമ്മ പണ്ട് ചെയ്തത് എല്ലാരും കൂടി? അപ്പൊ പഠിക്കണൊക്കെ കാണണമെങ്കിൽ നമ്മുടെ പഴയ വീഡിയോ, ഒരുപാട് പഴയ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾ കുക്ക് ചെയ്യണ മാത്രം ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിക്കും. അല്ലെങ്കിൽ ഭയങ്കര വലിയ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് അതിന് ബോറടിക്കും അല്ലേ? അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പണി തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരും സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ ജോലി എന്താണെന്ന് നിങ്ങൾ കാണുക, അതിൻ്റെ കുറവുകൾ നിങ്ങൾ പറയുക. അമ്മച്ചി കുർബാനക്ക് അമ്മച്ചി നോക്കിയിട്ട് കണ്ടില്ലല്ലോ പള്ളിയിൽ? ഞങ്ങൾ ബേക്കറിൽ ഇരുന്നിട്ടുണ്ടാകും. ബേക്കറി കയറിയിട്ട് കുറേ താമസിച്ചു. അതല്ലേ ഞങ്ങൾ പള്ളിയുടെ അവിടെയൊക്കെ നോക്കി? പള്ളിയുടെ അവിടെ നോക്കിയാൽ കാണൂല. ഞാൻ പണ്ടിലേക്ക് പോകും. പണ്ടിന് ശേഷം ബേക്കറി കയറി. ബേക്കറി കയറി ബ്രെഡ് കഴിച്ചപ്പോൾ അവിടെ കഷ്ണിച്ചിട്ടില്ല. അപ്പോൾ കഷ്ണിച്ച് കിട്ടാൻ വേണ്ടി കുറേ നിന്ന്. ബേക്കറി ഭയങ്കര തിരക്കായിരുന്നു. പള്ളിയിൽ കഴിഞ്ഞിട്ടേ താരം ഞാനും കൂടെ അമ്മച്ചേയും വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് അമ്മച്ചിനെ കാണാനില്ല അവിടെ. കാണൂല, വേറെ ആൾക്കാരെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ മറ്റേ ചട്ടി എന്താ നമ്മുടെ പള്ളിയാട്ടി. അപ്പൊ പോട്ടിയുടെ പണി തുടങ്ങാനായിട്ടേ. പണ്ട് പറമ്പൊക്കെ ഉള്ള കാരണം തെങ്ങിൻ ചോട്ടിലേക്ക് വെച്ചാണ് ചെയ്യണത്. ഇപ്പൊ നമുക്ക് സ്ഥലമൊന്നും ഇല്ല, അതുകൊണ്ട് വാഷ് സ്പേസിൽ വെച്ചാണ് ചെയ്യണത്. പണ്ടത്തെ കാലത്ത് അയലന്തരത്തുകാരൊക്കെ വരും, 6-7 കിലോ പോട്ടിയൊക്കെ മേടിച്ചിട്ട്
എല്ലാവരും കൂടി വെക്കണത്. എല്ലാവരും വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. ഇതിപ്പോൾ 2 കിലോ പോട്ടി വാങ്ങിച്ചിട്ടുള്ളത്. അമ്മച്ചിക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ അറിയാം. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ പുഴുങ്ങിയൊക്കെ തന്നെ, എന്നാലും നമ്മൾ വീട്ടിൽ കൊണ്ട് നന്നായിട്ട് കുടൽ വടിക്കുകയൊക്കെ ചെയ്യണം. നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് 5-6 വർഷം കഴുകി മുറിച്ചെടുക്കണം. ഇത് മുറിച്ച് പീസ് ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അമ്മച്ചിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ചിലത് കടയിൽ നിന്ന് തന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണമൊക്കെ ആയിട്ട് തരും. അതിന് ചാണകത്തിൻ്റെ മണം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പണ്ട് തുടങ്ങി പോട്ടിയൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ അമ്മച്ചിക്ക് അറിയാം. അപ്പോൾ വെട്ടി നുറുക്കി നമ്മൾ കുക്കറിൽ വെക്കണുണ്ട്. മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇത് വെന്ത് ചെയ്യുമ്പോൾ ശരിക്കും അത് ഭയങ്കരമായിട്ട് ചുരുങ്ങും. ഇനി വറുത്തരപ്പിൻ്റെ പരിപാടിയുണ്ട്. വറുത്തരപ്പ് നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോയിലൂടെ. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, വറുത്തരക്കാൻ തേങ്ങ എടുക്കാൻ നേരത്തെ ഇളയ തേങ്ങ എടുക്കണം. നല്ല മൂത്ത തേങ്ങ എടുക്കണം. വടഞ്ഞ തേങ്ങ, കൊപ്ര പരിവുള്ള തേങ്ങയാണ് അത്ര നല്ലത്. എണ്ണയുള്ള തേങ്ങ കഴിക്കണം. എന്നാലും നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറിക്ക്. ഇളയ തേങ്ങ ആണെങ്കിൽ ഈ പരിപാടിക്ക് കിടക്കരുത് കേട്ടോ. നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ 7up വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് തണുത്തത്. വിസിലടിക്കാൻ തുടങ്ങിയാണ് കേട്ടോ. ഓരോ കുക്കറിനനുസരിച്ചുള്ള വിസിലടിക്കുന്നത്. ഞങ്ങൾ ഒരു 10-12 വിസിലടിക്കുമ്പോൾ വേകണത്. ഇപ്പോൾ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതിന് മസാലകളും കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ പറയുന്നില്ല, ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താര 1/2 കിലോ ഇറച്ചി വെച്ചിട്ടുണ്ടായി. അപ്പോൾ താരയുടെ സ്റ്റൈലിൽ താര കറി വെക്കാൻ വേണ്ടി പോണേണ്ടത്. അത് കഴിഞ്ഞ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടേസ്റ്റ് കാരണം പിന്നെ അതുപോലെ വെക്കാൻ ഞാൻ പറഞ്ഞേക്കണത്. അപ്പം അമ്മച്ചി ഇങ്ങനെ പയ്യെ ഈ സാധനം വറുത്തരപ്പിനുള്ള സാധനം റെഡി ആയിക്കൊണ്ടിരിക്കണേണ്ട. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഈ കളർ വന്നോണ്ട. ഈ കളർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ കുടലെടുത്തിട്ട് അരിയണേണ്ട. കുടലരിയണ ഭയങ്കര ടാസ്ക്കൊന്നും ഇല്ല കേട്ടോ. നല്ല വെന്ത കുടലായതുകൊണ്ട് പെട്ടെന്ന് അരിയുക. പിന്നെ ഇതിൻ്റെ ഒരു ദൂഷ്യഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നെയ്യായിക്കൊള്ളട്ടെ. ഇത് ഇടയ്ക്കൊക്കെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. എല്ലാ ആഴ്ചയിലും കഴിക്കരുത്. 2 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ ഒരു പ്രാവശ്യമൊക്കെ കുടൽ ഇങ്ങനെ കഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഭയങ്കര നെയ്യുള്ള ഒരു സാധനമാണ് ഈ കുടലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ കാലും കൈയൊക്കെ മേടിക്കോട്ടെ നമ്മൾ പോത്തിൻ്റെ. ഇപ്പോൾ നമ്മൾ കാലും കൈയൊന്നും മേടിച്ചിട്ടില്ല. നമ്മുടെ വറുത്ത പീര വെള്ളം തൊടാതെ മിക്സിയിൽ അടിക്കണം കേട്ടോ. പക്ഷേ വെള്ളം തൊടാതെ എനിക്ക് ഇതുവരെ അടിക്കാൻ പറ്റിയിട്ടില്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അടിച്ചേക്കണേ കേട്ടോ. അപ്പോൾ അടുത്ത പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിനിഷിങ് പരിപാടിയാണ്. നമ്മൾ ഉരുളി എടുത്തിട്ടുണ്ട്. ഉരുളിയിലേക്ക് നമ്മുടെ വറുത്തരപ്പം ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പ് നമ്മൾ കുടലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോരാത്ത ഉപ്പ് കുറച്ചും കൂടി ഈ അരപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇനി തിളച്ചു തന്നെ ഇതുപോലെ നന്നായിട്ട് തിളക്കണം. ചില ആൾക്കാർ കുടലിലേക്ക് തിളക്കാതെ അരപ്പിടും. അതിന് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അരപ്പ് ഇതുപോലെ തിളച്ചതിന് ശേഷമാണ് നമ്മൾ പോട്ടി ഇടുന്നത്. പോട്ടി ചെറുതായിട്ട് അരിഞ്ഞൊക്കെ ഇടാറുണ്ട് ആൾക്കാർ. ഞാൻ വലുതായിട്ട് അരിഞ്ഞിട്ടായിരുന്നു. എനിക്ക് ഇഷ്ടം ഇതാണ്. അപ്പോൾ ചെറിയതായിട്ട് കടിക്കാനൊക്കെ കിട്ടുമല്ല. പച്ചക്കായും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാറുണ്ട്. ഞങ്ങൾ ആളെണ്ണം കുറവായതുകൊണ്ടാണ് നമ്മൾ പോട്ടി മാത്രമായിട്ട് വറുത്തരപ്പിൽ വിറ്റേക്കണത് കേട്ടോ. ഇപ്പോൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അയലന്തരത്തുകാർ കൊടുക്കാമെന്ന് വെച്ചാലും അയലന്തരത്തുകാർ സൺഡേ ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും പുറത്തൊക്കെ വിസിറ്റിങ്ങിനൊക്കെ പോകും. അതുകൊണ്ട് പണ്ടത്തെ പോലെയൊന്നും ഇല്ല ആൾക്കാരൊന്നും. അപ്പോൾ ഞങ്ങൾ തന്നെ ഇത് കഴിച്ച് തീർക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ താരക്കുട്ടി എടുത്ത പാത്രങ്ങളൊക്കെ കഴുകി വെക്കണേണ്ട. ഞങ്ങൾ മിക്ക ദിവസം ഞങ്ങൾ 3 പേരും കൂടിയാണ് എല്ലാ പണിയും എടുക്കണേട്ട. വീട്ടിലുണ്ടെന്നാണെങ്കിൽ അടുക്കളയിലേക്ക് കൂടി ഒന്ന് സഹായിച്ചു കൊടുക്കും. ഇപ്പോൾ ഇട്ടത് സംഭവം താളിച്ചൊഴിപ്പാണ് കേട്ടോ. അതും നമ്മൾ പഴയ വീഡിയോയിലുണ്ട്. നമ്മൾ ഇന്ന് റെസിപ്പിയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞായറാഴ്ച ആയിട്ട് നമ്മൾ കറി വെക്കണതിൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കിട്ടണമെങ്കിൽ എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോട്ടിക്കറി വറുത്തരച്ച് വെക്കണതിൻ്റെ എല്ലാ ഡീറ്റെയിൽസായിട്ടും പറഞ്ഞ വീഡിയോസൊക്കെ ഉണ്ട്. ഒരുപാട് താഴെ പോയി കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. ഇത് കണ്ട. അപ്പോൾ ഇനി പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി ഇത് ചെറിയ തീക്ക് അതിങ്ങനെ വെന്ത് ഇതിൻ്റെ കളറ് മാറും. ചെറിയൊരു ബ്ലാക്ക് കളർ വരും. ഇത് ചൂടോടുകൂടി കഴിക്കാൻ അടിപൊളിയാണ്ട. എനിക്ക് ചോറും കൂടി കഴിക്കാൻ ഇഷ്ടം. ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, പൊറോട്ടയുടെ കൂടെ കഴിക്കാം, പുട്ടിൻ്റെ കൂടെ കഴിക്കാം. എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ.